അപ്പോൾ ഇന്നത്തെ മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ലഞ്ചും കൊണ്ടുപോകണം, അതേപോലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ ആക്കാനുണ്ട്. അപ്പോൾ എഴുന്നേറ്റ് പാടി തന്നെ നമ്മൾ വേഗം ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് എടുക്കേണ്ട സാധനങ്ങളൊക്കെ, തണുപ്പ് മാറാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ മെയിനായിട്ടുള്ള പണി എന്ന് വെച്ചിട്ടുള്ള ചായ വെക്കലാണ് കേട്ടോ. അതേപോലെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കാമെന്നുണ്ട് വിചാരിക്കുന്നത്. അപ്പോൾ മാവൊക്കെ ഓൾറെഡി നമ്മൾ അരച്ചത് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ച് പണി കുറവാണ്. അപ്പോൾ വെജീസൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് പിന്നെ നമ്മളിതാ ചായ ഉണ്ടാക്കാനായിട്ട് നിന്നിട്ടുണ്ടായിരുന്നു. പൈറാക്കുള്ള പാൽ ഞാൻ കാച്ചിയിട്ട് ബൂസ്റ്റ് ഇട്ട് മാറ്റി വെക്കുന്നുണ്ട് ചൂടാറാനായിട്ട്. അതേപോലെ തന്നെ നമുക്കുള്ള പാൽ ചായയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ചായ എപ്പോഴും ഇതേപോലെ ഇങ്ങനെ നന്നായിട്ട് അടിച്ചിട്ട് എടുക്കണം കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ചായക്ക്. അങ്ങനെ ഇതാ ഇന്ന് നല്ല കുറച്ച് ഏലക്കായൊക്കെ ഇട്ടിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ള ചായയാണ് കേട്ടോ. അപ്പോൾ ചായ കുടിക്കുന്നതിൻ്റെ ഇടയിൽ വെജീസൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേഗം ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് തക്കാളിക്കറി ഉണ്ടാക്കാനായിട്ട് നിൽക്കണത്. തക്കാളി വാട്ടിയത് നല്ല അടിപൊളിയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു തക്കാളി വാട്ടിയത്. അങ്ങനെ ഇതാ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയും കടുകൊക്കെ ഇട്ട് പൊട്ടിച്ച് വേപ്പിലേക്ക് ഇട്ട് സവാളയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് വാട്ടി മഞ്ഞൾപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊക്കെ മൂത്ത് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചുള്ള തക്കാളി ഇട്ട് നന്നായിട്ട് വാട്ടിയെടുക്കുക കേട്ടോ. നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഉടഞ്ഞു വരുമ്പോൾ കുറച്ച് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടിയിട്ട് ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ, തക്കാളി ഒന്ന് വേവണ വരെ. അപ്പോഴേക്കും കുറച്ച് ബുക്കും കൂടെ ബൈൻഡ് ഇടാനുണ്ടായിട്ട് അതൊക്കെ ഒന്ന് ബുക്കൊക്കെ ബൈൻഡ് ഇട്ടിട്ടൊക്കെ ഞാൻ വേഗം പേരൊക്കെ എഴുതി ബാഗിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ദോശമാവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാറുണ്ട്, അതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ ചോറും ഒന്ന് നമ്മൾ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വടി നിർത്തി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഇന്നലെ കൊണ്ടുവന്ന വെളിച്ചെണ്ണയാണ് കേട്ടോ തീർന്നിട്ട്. പിന്നെ അപ്പോൾ ഞാനത് കുപ്പിയിലേക്കാക്കാൻ മറന്നു പോയിട്ടുണ്ടായി. വേഗം തന്നെ അതൊക്കെ പൊട്ടിച്ച് കുപ്പിയിലേക്കാക്കി. അപ്പോൾ ഇതൊരു 1/2 ലിറ്ററിൻ്റെ ഗ്ലാസിൻ്റെ ബോട്ടിലാണ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചതാണ്. നല്ല അടിപൊളി ബോട്ടിലാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ പിന്നെ സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള പപ്പടമൊക്കെ ഞാനൊന്ന് കീറി ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേക്കുള്ളതും കൂടെ മുഴുവനായിട്ട് തന്നെ ഇതാ ഞാനൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ തലേന്ന് തന്നെ കുറച്ച് BDFനുള്ള മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു BDFൻ്റെ റെസിപ്പി. ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യാവേ. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് പിന്നെ ഇതാ ഞാൻ വേഗം ദോശയും ചുടാനായിട്ട് നിന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് ഇതാ ഓരോരുത്തർക്കായിട്ട് ഞാൻ ദോശയൊക്കെ ചുട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സാമ്പാറും ഒക്കെ കൂട്ടിയിട്ട്. അപ്പോഴേക്കും ഞാൻ ലഞ്ചും ഒന്ന് റെഡിയാക്കി പാത്രത്തിലേക്കൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഐറാന റെഡിയാക്കാനായിട്ട് നിന്നിട്ടാ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുളിപ്പിക്കലും അയൺ ചെയ്യലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ഒരു മുടി കെട്ടാനായിട്ട് കുറേ ടൈം എടുക്കണത്. അപ്പോൾ അതൊക്കെ കെട്ടി ഞാൻ സ്കേർട്ടൊക്കെ ഇട്ട് കൊടുത്ത് സ്പ്രേ ഒക്കെ അടുപ്പിച്ച് സുന്ദരി ആക്കിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്ത് ചെയ്യുക, രാവിലെ തന്നെ നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ട് റെയിൻകോട്ട് ഇട്ടിട്ടാണ് 3 പേര് സ്കൂളിലേക്ക് പോയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് നാളെ.